ശരീരഭാരം എങ്ങനെ കുറയ്ക്കണം എന്ന് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പ് എങ്ങനെ കുറയ്ക്കാം എന്ന് നെറ്റിൽ കയറി നിങ്ങൾ റിസർച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കേട്ടുവരുന്ന ഒരു പദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കീറ്റോ ഡയറ്റ് എന്ന പദമായിരിക്കും. ഈ കീറ്റോ ഡയറ്റ് എന്താണെന്നും ശരീരഭാരം കുറയാനോ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും കൊഴുപ്പ് കുറയ്ക്കാനോ വേണ്ടി ഈ കീറ്റോ ഡയറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി ആണോ എന്നുള്ള ശാസ്ത്രീയ വശം ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സയന്റിഫിക് കൺസെൻസസ് എന്താണെന്ന് നോക്കുന്നത് എന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ പഠനങ്ങളുടെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. ഞാൻ പറയുന്നതിന് കേട്ടതിന് ശേഷം നിങ്ങൾ ആ പഠനങ്ങൾ കൂടെ ഒന്ന് വായിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഐദർ ഞാൻ വിട്ടുപോയതായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മൈക്രോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ നിന്നും പിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. കീറ്റോ ഡയറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് ഊർജം കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം വഴിയാണല്ലോ. ഇങ്ങനെ കിട്ടുന്ന ഊർജത്തിന്റെ കൂടെ തന്നെ നമ്മുടെ ആഹാരം എന്ന് പറയുന്നത് നമുക്ക് ചില മൈക്രോ ന്യൂട്രിയൻസും അതേപോലെ തന്നെ മാക്രോ ന്യൂട്രിയൻസും ശരീരത്തിന് തരാറുണ്ട്. ശരീരത്തിന് ആഹാരത്തിലൂടെ കിട്ടുന്ന മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമുക്ക് 5 ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ആദ്യത്തേത് കാർബോഹൈഡ്രേറ്റ് ആണ്, രണ്ടാമത് പ്രോട്ടീൻ ആണ്, മൂന്നാമത് ഫാറ്റ് ആണ്. ഇതിന്റെ കൂടെ തന്നെ വാട്ടറും ഫൈബറും അതായത് വെള്ളവും ഫൈബറും കൂടി ഈ ലിസ്റ്റിൽ എക്സ്പേർട്സ് ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പ്രൈമറിലി മിനറൽസും അതേപോലെ വിറ്റമിൻസും ആണ്. മിനറൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന സിങ്ക്, മഗ്നീഷ്യം, അയൺ അതുപോലെയുള്ള കോമ്പൗണ്ട്സ് ആണ്. ഇതിന്റെ കൂടെ തന്നെ വിറ്റമിൻസ് എന്ന് പറയുന്നത് വിറ്റമിൻ എ, ബി, സി, ഡി എന്നുള്ള പല വിറ്റമിൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞ കാര്യമായിരിക്കും. ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 5 മാക്രോ ന്യൂട്രിയൻസിൽ ആദ്യത്തെ 3 മാക്രോ ന്യൂട്രിയൻറ്റ് അതായത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ പിന്നെ ഫാറ്റ്, ഈ 3 കാര്യങ്ങളാണ് ശരീരത്തിന് ഊർജ്ജം തരാറുള്ളത്. എന്നാൽ ഫൈബറും വെള്ളവും നമ്മുടെ ശരീരത്തിന് ഊർജ്ജം തരാറില്ല. നമ്മുടെ ശരീരത്തിന് ആഹാരം വഴി ഈ കിട്ടുന്ന മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും ഇത്ര എമൗണ്ട് വെച്ച് കിട്ടണം എന്നുള്ള നിർബന്ധമുണ്ട്. ഇതിനെ നമ്മൾ റിക്വയർഡ് ഡയറ്ററി അലവൻസസ് എന്ന് പറയാറുണ്ട്. നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് പ്രകാരമോ അല്ലെങ്കിൽ USDAയുടെ ഈ റിപ്പോർട്ട് പ്രകാരമോ അവർ പറയുന്നത് ഒരു ഹെൽത്തി ആയ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഊർജ്ജത്തിൽ 10 മുതൽ 35% വരെ പ്രോട്ടീനിൽ നിന്നായിരിക്കണം വരേണ്ടത്. രണ്ടാമതായി ഫാറ്റിൽ നിന്നും ഒരിക്കൽ കൂടി 20 മുതൽ 35% വരെ ആയിരിക്കണം വരേണ്ടത്. പുറമെ കാർബോഹൈഡ്രേറ്റിൽ നിന്നും 45 മുതൽ 65% വരെ ആയിരിക്കണം വരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ഒരു അനുപാതത്തിൽ നമ്മുടെ ശരീരത്തിന് ഊർജ്ജം കിട്ടുന്ന രീതിക്ക് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആ ഡയറ്റിനെ നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നായിരിക്കും വിളിക്കുന്നത്. എന്നാൽ കീറ്റോ ഡയറ്റിന്റെ പ്രൊപ്പോണൻസ് ഈ റേഷ്യോനെ കുറച്ചൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് പ്രൊപ്പോസ് ചെയ്യുന്നത്. അവർ പറയുന്നത് പ്രകാരം പ്രോട്ടീന്റെ എനർജി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 30 മുതൽ 35% വരെ ആയിരിക്കണം എന്നുള്ള കാര്യമാണ്. ഇതിന്റെ കൂടെ തന്നെ ഫാറ്റ് ഒരുപാട് കൂട്ടാനായിട്ടായിരിക്കണം അവർ പറയുന്നത്. അതായത് എനർജി കോൺട്രിബ്യൂഷന്റെ ഏകദേശം 55 മുതൽ 60% ഫാറ്റ് ആയിരിക്കണം കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നാച്ചുറലി കാർബോഹൈഡ്രേറ്റിന്റെ ഇൻടേക്ക് വളരെയധികം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ എനർജി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും 5 മുതൽ 10% വരെ ആവാൻ പാടുള്ളൂ എന്നുള്ളതിനെ കുറിച്ചാണ്. നിന്നോട് യാത്ര പറയേണ്ടത് മാത്രം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കല്യാണിക്കുട്ടി. കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ മലയാളത്തിൽ അന്നജം എന്ന് പറയാറുണ്ട്. അപ്പോൾ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരാൾക്ക് അന്നജമുള്ള ഫുഡ് ഒത്തിരി അധികം കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഇതിന്റെ അർത്ഥം നമ്മൾ ഈ ഡയറ്റിൽ കഴിക്കാൻ പാടില്ലാത്തതായിട്ടോ അല്ലെങ്കിൽ വളരെയധികം കുറച്ച് കഴിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞുതരാം. അന്നജമുള്ള കാര്യങ്ങൾ അതായത് കൂടുതലും ബ്രെഡ് പോലുള്ള കാര്യങ്ങൾ, പിന്നെ അരി ആഹാരങ്ങൾ അതായത് അരി, ഗോതമ്പ് പോലുള്ള ആഹാരങ്ങൾ, ഇതിന്റെ കൂടെ തന്നെ സീരിയൽസ് പോലുള്ള പദാർത്ഥങ്ങൾ, ചിപ്സ് പോലുള്ള വെറൈറ്റീസ്, കൂടുതൽ ഷുഗർ ആഡ് ചെയ്ത കാര്യം അതായത് ഐസ്ക്രീം, ക്യാൻഡി പോലുള്ള ഷുഗർ ഉള്ള പദാർത്ഥങ്ങൾ, മാത്രമല്ല ഡേഞ്ചറസ്ലി ഫ്രൂട്ട്സ് പോലുള്ള പദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് കീറ്റോ ഡയറ്റ് പ്രൊപ്പോസ് ചെയ്യുന്നവർ പറയുന്നത്. ഇങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഇതിന് പകരമായി നമ്മൾ കൂടുതൽ കഴിക്കേണ്ട ആഹാരങ്ങളുടെ ലിസ്റ്റ് ഞാനൊന്ന് പറയാം. ഈ ഡയറ്റ് പ്രൊപ്പോസ് ചെയ്യുന്നവരുടെ പ്രകാരം മാംസ്യ പദാർത്ഥങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കേണ്ടതാണ്. അതായത് മത്സ്യമോ അല്ലെങ്കിൽ മുട്ടയോ പോലുള്ള പദാർത്ഥങ്ങൾ നമ്മൾ കൂടുതൽ എടുക്കേണ്ടതാണ്. അതേപോലെ ലീൻ മീറ്റ് കൂടുതൽ എടുക്കേണ്ടതാണ്. മാത്രമല്ല ചീസ് പോലുള്ള പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ബട്ടറോ പോലുള്ള കാര്യങ്ങൾ കൂടുതൽ എടുക്കേണ്ടതാണ്. ഇതിന് കൂടെ തന്നെ ഒരുപാട് ലീഫി ഗ്രീൻ വെജിറ്റബിൾസും എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് കീറ്റോ ഡയറ്റിന്റെ പ്രൊപ്പോണൻസ് പറയുന്നത്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കീറ്റോ ഡയറ്റിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത് ഏകദേശം 50 ഗ്രാമോളം ആക്കി കുറച്ച് കൊണ്ടുവരേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ബ്രെഡ് കഴിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഒരു ഹോൾ ഡേയിൽ നിങ്ങൾക്ക് 2 സ്ലൈസ് ഓഫ് ബ്രെഡ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു മീലിലല്ല, ഒരു ഫുൾ ഡേയിൽ 2 സ്ലൈസ് ബ്രെഡ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ അരിനെ വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ അരിപ്രിയറാണല്ലോ.
എനിക്ക് ചപ്പാത്തി നഹി നഹി എനിക്ക് ചോർ. അങ്ങനെയാണെങ്കിൽ അരിനെ വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരി ആഹാരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 250 ഗ്രാമോളം അരി മാത്രമേ ഒരു ദിവസം ഫുൾ എടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു 4-5 കൈ അരി മാത്രമേ നമുക്കൊരു ഫുൾ ഡേയിൽ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസിൽ കീറ്റോൺ ലെവൽസ് കൂട്ടും എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദം. ഇങ്ങനെ കീറ്റോൺസ് ലെവൽ കൂടി കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ ബോഡീനെ കീറ്റോസിസ് എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയിലൂടെ കൊണ്ടുപോവുകയും ഇത് കാരണം കൂടുതൽ ഫാറ്റ് ലോസ് അവിടെ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കീറ്റോ ഡയറ്റിന്റെ പ്രൊപ്പോണൻസ് പറയുന്നത്. 2022 പുറത്തു വന്ന ഈ മെറ്റാ റിവ്യൂവോ അല്ലെങ്കിൽ 2013 പുറത്തു വന്ന ഈ മെറ്റാ റിവ്യൂവോ പറയുന്നത് ഒരു ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്ന് പറയുന്നത്, അതായത് കീറ്റോ തന്നെയാണ് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്. കാരണം അവർ പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് വളരെയധികം കുറച്ചിട്ട് ഫാറ്റ് അത്രയും കൂട്ടണം എന്നുള്ളതാണ്. ഈ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് ലോ ഫാറ്റ് ഡയറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫാറ്റ് ലോസിന് കൂടുതൽ എഫക്റ്റീവ് ആണ് എന്നുള്ള കാര്യമാണ്. മെറ്റാ അനാലിസിസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിവ്യൂസ് എന്ന് പറയുന്നത് ശാസ്ത്ര തെളിവുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വിലയേറിയ തെളിവാണ് എന്ന് ഞാൻ പ്രീവിയസ് വീഡിയോസിലും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ലുക്കിൽ കാണുമ്പോൾ ഈ പഠനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് കീറ്റോ ഡയറ്റ് എഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യമാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് വളരെയധികം ഡീറ്റെയിൽഡായി നമ്മൾ പോകാതെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. കീറ്റോ ഡയറ്റ് പ്രപ്പോസ് ചെയ്യുന്നവർ കീറ്റോ എന്തുകൊണ്ടാണ് എഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറലി പ്രപ്പോസ് ചെയ്യാറുള്ള 2 ഹൈപ്പോത്തസിസ് ഉണ്ട്. ഈ ഹൈപ്പോത്തസിസിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ആദ്യത്തേതിനെ നമ്മൾ ഇൻസുലിൻ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കും. ഈ ഇൻസുലിൻ ഹൈപ്പോത്തസിസ് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ എന്ന് പറയുന്നത് ലൈപ്പോജെനസിസ് ആണ് ചെയ്യാറുള്ളത്. അതായത് ജനറലി ഫാറ്റ് മൊബിലൈസേഷനെ തടയാറാണുള്ളത്. ഇതുകൊണ്ട് തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ കുറച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ഇൻസുലിൻ സ്പൈക്കിംഗ് കുറയുകയും അത് കാരണം തന്നെ ശരീരത്തിന്റെ ഫാറ്റ് മൊബിലൈസേഷൻ കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. ശരിക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ വളരെ റാഷണൽ ആയിട്ടും വളരെ ലോജിക്കലായിട്ടും നമുക്ക് തോന്നിയേക്കാം. എന്നാൽ പല കാര്യങ്ങളും നമുക്ക് ലോജിക്കലി തോന്നിക്കഴിഞ്ഞാലും ശാസ്ത്രം അതിനെ തെറ്റാണ് എന്ന് തെളിയിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5000 വർഷം മുന്നേ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വളരെ ഇൻറ്റ്യൂട്ടീവായിട്ട് അത് തോന്നും. എന്നാൽ ശാസ്ത്രീയമായി നമുക്കറിയാം ഭൂമി പരന്നതല്ല പകരം ഉരുണ്ടതാണ് എന്ന്. ഇതേപോലെ തന്നെ നമുക്കിതിന്റെ ശാസ്ത്രീയ വശം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 2017 പുറത്ത് വന്ന ഈ പഠനം എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ ഹൈപ്പോത്തസിസിനെ എക്സ്പെരിമെന്റലി ടെസ്റ്റ് ചെയ്ത ഒരു പഠനമായിരുന്നു. ഈ പഠനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പാർട്ടിസിപ്പൻസിന് ഈ ഇൻസുലിൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് നെഗറ്റീവ് ആയിട്ടാണ് വന്നത്. മാത്രമല്ല ഈ മോഡൽ വളരെ സിംപ്ലിസ്റ്റിക് ആണ് എന്നും കൂടിയാണ് ഈ പഠനം പറയുന്നത്. ഇത് മാത്രമല്ല ഇവിടെ നമ്മൾ ലോജിക്കലി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലിൻ ബോഡിയിൽ സ്പൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും കാർബോഹൈഡ്രേറ്റ് മാത്രമേ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ സ്പൈക്ക് ആവാറുണ്ട്. അത് പലപ്പോഴും കാർബോഹൈഡ്രേറ്റിനേക്കാൾ കൂടുതൽ ലെവൽസിലും ആയിരിക്കും. ഇതിനെ ഫോൾസിഫൈ ചെയ്യുന്ന മറ്റൊരു പഠനമാണ് 2006 വന്ന ഈ പഠനം എന്ന് പറയുന്നത്. ഈ പഠനത്തിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഫാറ്റ് ഡെപ്പോസിഷൻ നടത്താൻ വേണ്ടി ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു റിക്വയർഡ് ഹോർമോൺ ആണ് എന്ന് നിർബന്ധമില്ല എന്നുള്ള കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയുവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ഇൻടേക്കിലെ കാർബോഹൈഡ്രേറ്റ് അഥവാ നമ്മൾ 0 ആക്കി എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ ഓവറോൾ കലോറി സർപ്ലസിലാണ് എന്ന് വിചാരിക്കാം. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന കലോറീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കത്തിച്ച് കളയുന്ന കലോറീസിനേക്കാൾ കൂടുതലാവുകയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിഷൻ അപ്പോഴും സംഭവിക്കാറുണ്ട്. ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ എന്ന് പറയുന്നത് ഏസിലേഷൻ സിമുലേറ്റിംഗ് പ്രോട്ടീൻ എന്നുള്ളൊരു ഹോർമോണാണ് എന്നും കൂടിയാണ് ആ പഠനം പറയുന്നത്. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഫാറ്റ് ഡെപ്പോസിഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഒരു കലോറി സർപ്ലസ് തന്നെയാണ്. അതും ഒരു പ്രൊളോങ്ഡ് കലോറി സർപ്ലസ് തന്നെയാണ്. അതിന് ഒരൊറ്റ ഹോർമോണോ അല്ലെങ്കിൽ ഒരൊറ്റ മാക്രോ ന്യൂട്രിയൻ്റോ ഒരിക്കലും കാരണമാവാറില്ല എന്നുള്ളതിനെ കുറിച്ചാണ്. എപ്പോഴും കലോറീസ് ഇൻ കലോറീസ് ഔട്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി കീറ്റോ ഡയറ്റ് കാരണം എന്തുകൊണ്ട് ഫാറ്റ് ലോസ് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കീറ്റോ ഡയറ്റ് പ്രൊപ്പോണൻസ് പറയുന്ന രണ്ടാമത്തെ ഹൈപ്പോത്തസിസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇതുപ്രകാരം അവർ പറയുന്നത് നമ്മുടെ ശരീരത്തിന് പ്രോട്ടീനിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് എന്നിട്ട് അതിൽ നിന്നും കലോറി എടുക്കുന്നത് എന്ന് പറയുന്നത് എനർജറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കോസ്റ്റ്ലി ആണ് എന്നുള്ള കാര്യമാണ്. ഇത് കാരണം ഒരുപാട് കലോറീസ് അവിടെ വേസ്റ്റ് ആകപ്പെടുകയും അതിലൂടെ ഫാറ്റ് ലോസ് സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരിക്കൽ കൂടി ഈ ഹൈപ്പോത്തസിസ് കേട്ട് കഴിഞ്ഞാൽ ലോജിക്കലി ഭയങ്കര സൗണ്ട് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാലും ഇത് എക്സ്പെരിമെന്റലി പ്രൂവ് ആയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് പലപ്പോഴും ഈ കീറ്റോ ഡയറ്റിന്റെ ഒരു സ്യൂഡോ സയന്റിഫിക് സൈഡ് നമുക്ക് പലപ്പോഴും ഹിഡൻ ആയി തോന്നാറുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഹോമിയോപ്പതിക്കാരടുത്ത് പോയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഹോമിയോപ്പതി മരുന്ന് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ആൻസർ കേൾക്കുമ്പോൾ തന്നെ അതിലൊരു സെൻസും ഉണ്ടാവാറില്ല. വാട്ടർ മെമ്മറി ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക്
വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സ്യൂഡോ സയൻസ് ആണ് അല്ലെങ്കിൽ അതൊരു കപടശാസ്ത്രമാണ് എന്നുള്ള കാര്യം. എന്നാൽ ഈ കീറ്റോ ഡയറ്റ് പറയുന്ന കാര്യങ്ങൾ, അതായത് അതിന്റെ പ്രൊപ്പോണൻസ് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് വളരെ ലോജിക്കലി കറക്റ്റ് ആണ് എന്ന് നമുക്ക് തോന്നുന്നതായിരിക്കും, അതേപോലെ റാഷണലി ശരിയാണ് എന്ന് തോന്നുന്നതായിരിക്കും. എന്നാലും എക്സ്പെരിമെന്റലി കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഒരു കാര്യം സയന്റിഫിക് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പാടുള്ളൂ. ഇതിനു വേണ്ടി തന്നെ 2013 പുറത്ത് വന്ന ഈ പഠനം പറയുന്നത് എക്സ്പെരിമെന്റലി ട്രൈ ചെയ്തപ്പോൾ ഒരു വെരി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് എനർജി എക്സ്പെൻഡിച്ചറിൽ യാതൊരു വ്യത്യാസവും സംഭവിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, മറ്റു പല പഠനങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും, മാത്രമല്ല ഇതിന്റെ സയന്റിഫിക് കൺസെൻസസ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്നത് കീറ്റോ ഡയറ്റിന് ഇങ്ങനെ ഒരു മെറ്റബോളിക് അഡ്വാൻറ്റേജ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. സോ കീറ്റോ ഡയറ്റിന്റെ 2 മെയിൻ ഹൈപ്പോത്തസിസും തെറ്റാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ 2013 ഒരു മെറ്റാ റിവ്യൂ, അതേപോലെ തന്നെ 2022 വന്ന മെറ്റാ റിവ്യൂ, ഇതൊക്കെ പറയുന്നത് കീറ്റോ ഡയറ്റ് ഫാറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ വെയിറ്റ് കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കീറ്റോ ഡയറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ 2021 പുറത്ത് വന്ന ഈ പഠനം വളരെ ഒരു ലാൻഡ്മാർക്ക് സ്റ്റഡി ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പഠനത്തിൽ പറയുന്നത് ഒരു വെരി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിറ്റൈറ്റിനെ സപ്രസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കീറ്റോ ഡയറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് വളരെയധികം കുറയ്ക്കുന്നു, അന്നജമുള്ള കാര്യങ്ങൾ വളരെയധികം കുറച്ചിട്ട് ഫാറ്റ് ആയിരിക്കും നമ്മൾ കൂട്ടുന്നത്. അങ്ങനെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ, അതായത് കൂടുതൽ മാംസമുള്ള ആഹാരം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ചീസ് ബട്ടർ പോലുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് കഴിക്കുമ്പോഴോ നമുക്ക് വിശപ്പ് കൂടുതൽ അടങ്ങിയതായിട്ട് ഫീൽ ആവും എന്നുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, ഒരാൾ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ പല ഫുഡിനെയും എലിമിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അവർ ആ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നുന്ന പല ആഹാരങ്ങളും, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീമോ ചിപ്സോ അല്ലെങ്കിൽ ക്യാൻഡിയോ, ഇതുപോലുള്ള എല്ലാ ആഹാരങ്ങളും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്ന, അതേസമയം എംപ്റ്റി കലോറിയാണ്, അധികം ന്യൂട്രീഷ്യസ് അല്ലാത്ത ഈ ആഹാരങ്ങളെല്ലാം, ഇതെല്ലാം നമുക്ക് കീറ്റോ ഡയറ്റിൽ കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കീറ്റോ ഡയറ്റ് വർക്ക് ചെയ്യാനുള്ള 2 മേജർ കാരണം എന്ന് പറയുന്നത് അത് നമ്മുടെ വിശപ്പ് അടക്കുന്നു എന്നുള്ള കാര്യവും അതിൻ്റെ കൂടെ തന്നെ പല ഫുഡിനെയും അത് എലിമിനേറ്റ് ചെയ്ത് കളയുന്നു എന്നുള്ള കാര്യം കൂടിയാണ്. ഇങ്ങനെ ആപ്പിറ്റൈറ്റ് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടും മാത്രമല്ല ഫുഡ് എലിമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടും ഓവറോളായി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പലപ്പോഴും ഒരു കലോറി ഡെഫിസിറ്റിൽ വരും എന്നുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ ആഹാരത്തിലൂടെ കിട്ടുന്ന കലോറീസിനെ നമ്മൾ കലോറി ഇൻടേക്ക് എന്ന് പറയാം. എന്നാൽ നമ്മൾ ശരീരത്തിൽ നിന്നും കത്തിച്ച് കളയുന്ന കലോറീസ് ഓരോ ആക്ടിവിറ്റി ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റിംഗ് മെറ്റബോളിസം കൊണ്ടോ ഒക്കെ നമ്മുടെ ശരീരം കത്തിക്കുന്ന കലോറീസിനെ നമ്മൾ കലോറീസ് ബേൺഡ് എന്ന് പറയാം. ഈ കലോറീസ് ഇൻടേക്ക് കലോറി ബേൺഡിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ഫാറ്റ് ഓട്ടോമാറ്റിക്കലി കത്തുന്നതായിരിക്കും. ഇതിനെയാണ് നമ്മൾ ഒരു കലോറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കീറ്റോ ഡയറ്റിൽ പോകുന്ന ഒരാൾ അറിഞ്ഞോ അറിയാതെയോ ഈ കലോറി ഡെഫിസിറ്റിലോട്ട് വരികയും അത് കാരണം അവരുടെ ശരീരത്തിൽ നിന്നും കൂടുതൽ ഫാറ്റ് നഷ്ടപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴായി പഠനങ്ങൾ കീറ്റോ ഡയറ്റ് എഫക്റ്റീവ് ആണ് എന്ന് തെളിയിക്കുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2 കാര്യങ്ങളും നമുക്ക് ഫാറ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിർബന്ധമല്ലാത്ത കാര്യങ്ങളാണ്. അതായത് നമുക്ക് ആപ്പിറ്റൈറ്റ് റെഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് അടക്കണം എന്നുണ്ടെങ്കിൽ അതിന് കീറ്റോ ഡയറ്റിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. അതിന് വേറെ പല മെത്തേഡ്സും ഉണ്ട്, ഇതിനേക്കാൾ ഈസിയർ ആയിട്ടുള്ള പല മെത്തേഡ്സും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ ഫുഡ് എലിമിനേഷൻ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഒരു ആവശ്യമുള്ള കാര്യമല്ല. ഏതൊരു ആഹാരവും നിങ്ങൾക്ക് മോഡറേഷനിൽ കഴിക്കാവുന്നതാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഡോസ് മേക്സ് ദ പോയ്സൺ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റോളം നിങ്ങൾക്ക് ഏത് ആഹാരവും എൻജോയ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളും അത്യാവശ്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ കീറ്റോ ഡയറ്റ് തന്നെ നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യാൻ വേണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് 2014 പുറത്ത് വന്ന ഈ പഠനം പറയുന്നത്. ഈ പഠനത്തിലെ ഓതേഴ്സ് കൺക്ലൂഡ് ചെയ്യുന്നത് പറയുന്നത് കാലോറി കൺട്രോൾ ചെയ്ത് കഴിക്കുന്ന ഏതൊരു ഡയറ്റും എപ്പോഴും ഫാറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യമാണ്. ഇതിൽ അവർ 48ഓളം ഡിഫറെന്റ് ഡയറ്റ്സ് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 48 ഡയറ്റിൽ കീറ്റോന് ഒരു പ്രത്യേക തരം ഒരു അഡ്വാൻറ്റേജ് ഒരിക്കലും ഇല്ലായിരുന്നു എന്നും കൂടിയാണ് അവർ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ അവർ കൺക്ലൂഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് ഡയറ്റാണ് കഴിക്കുന്നത് എന്നുള്ളതിനേക്കാൾ എത്രത്തോളം കൂടുതൽ ദിവസം ആ ഡയറ്റിലൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഫാറ്റ് ലോസിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്നും കൂടിയാണ്. എന്നാൽ ഇതിനേക്കാൾ റിസൾട്ട്സ് സ്ലൈറ്റ്ലി വ്യത്യസ്തമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 2013 പുറത്തു വന്ന ഈ മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത്. അതിന്റെ ഡേറ്റ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്തവർക്ക് ഫാറ്റ് ലോസ് കുറച്ച് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയി സംഭവിച്ചു എന്നുള്ള കാര്യമാണ്.
എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പഠനം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇൻടേക്കിനെ ഒരിക്കലും മാച്ച് ചെയ്തല്ല അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ പല ഡയറ്റ്സ് അവർ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഇതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കാർബോഹൈഡ്രേറ്റ് പോലെ തന്നെ നമ്മുടെ ഫാറ്റ് ലോസിന് വളരെയധികം ഇമ്പാക്റ്റ് ഉള്ള മറ്റൊരു മാക്രോ ന്യൂട്രിയൻ എന്ന് പറയുന്നത് പ്രോട്ടീനും കൂടിയാണ്. പ്രോട്ടീനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ, പ്രോട്ടീൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റോ അല്ലെങ്കിൽ ഫാറ്റിനേക്കാൾ കൂടുതൽ സേഷിയേറ്റിംഗ് ആണ്. അതായത് നമ്മുടെ ആപ്പിറ്റൈറ്റ് കൺട്രോൾ ചെയ്യുന്നതിൽ കൂടുതൽ അതിനൊരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ട് എന്നുള്ള കാര്യമാണ്. രണ്ടാമത്, പ്രോട്ടീൻ എന്ന് പറയുന്നത് കൂടുതൽ തെർമോജെനിക് ആണ്. നമ്മളൊരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആ ആഹാരത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടി ഒരു പദാർത്ഥം കൂടുതൽ എനർജി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പദാർത്ഥങ്ങളെ നമ്മൾ തെർമോജെനിക് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫാറ്റിനേക്കാളും കാർബോഹൈഡ്രേറ്റിനേക്കാളും കൂടുതൽ തെർമോജെനിക് ആണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സേഷിയേറ്റിംഗ് ആയി തോന്നിപ്പിക്കുന്ന ഒരു മാക്രോ ന്യൂട്രിയൻ കൂടിയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ ഫാറ്റ് ലോസിൽ നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്കിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഇൻടേക്കിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വന്നുള്ള പഠനം നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ തന്നെയുള്ള ഒരു പഠനമാണ് 2012 പുറത്തു വന്ന ഈ പഠനം എന്ന് പറയുന്നത്. ഈ പഠനത്തിൽ 132 ആൾക്കാരായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെ 4 ഡിഫറെന്റ് ഗ്രൂപ്പായിട്ടായിരുന്നു തിരിക്കപ്പെട്ടത്. ഈ ഗ്രൂപ്പ് തിരിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിലെ ആദ്യത്തെ 2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോർമലായി പ്രോട്ടീൻ എടുക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോർമൽ പ്രോട്ടീൻ ഇൻടേക്കും അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും നോർമലായിട്ടായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോർമൽ പ്രോട്ടീൻ ഇൻടേക്കും എന്നാൽ ലോ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കുമായിരുന്നു എടുത്തിരുന്നത്. ഫർദറായി മൂന്നാമത്തെ 4ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈ ആയി പ്രോട്ടീൻ കഴിച്ചിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഇതിൽ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ ഇൻടേക്കും നോർമൽ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കുമായിരുന്നു എടുത്തിരുന്നത്. കൂടെ തന്നെ 4ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ ഇൻടേക്കും ലോ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കും എടുത്തിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 4 ഗ്രൂപ്പിന്റെയും കലോറി ഇൻടേക്ക് എന്ന് പറയുന്നത് ഈക്വൽ ആക്കിയായിരുന്നു ആ പഠനം നടത്തപ്പെട്ടിരുന്നത്. പഠനത്തിന് ശേഷം ഈ പഠനത്തിലെ സബ്ജക്ട്സിനുണ്ടായ ഫാറ്റ് ലോസിനെ അവർ കൂടുതൽ അനലൈസ് ചെയ്തപ്പോൾ പ്രോട്ടീൻ മാച്ച് ചെയ്ത ഗ്രൂപ്പിൽ, അതായത് ആദ്യത്തെയും രണ്ടാമത്തെ ഗ്രൂപ്പ് രണ്ടിലും പ്രോട്ടീൻ ഈക്വൽ ആയിട്ടായിരുന്നു അവർ എടുത്തിരുന്നത്. നോർമൽ പ്രോട്ടീൻ ആയിരുന്നു അവരുടെ ഇൻടേക്ക്. അവർ തമ്മിൽ ഫാറ്റ് ലോസിന് യാതൊരു ഡിഫറൻസും ഉണ്ടായിരുന്നില്ല. സിമിലർലി ഗ്രൂപ്പ് 3 ഗ്രൂപ്പ് 4 അതായത് ഹൈ പ്രോട്ടീൻ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പ്, അവർ തമ്മിലും ഫാറ്റ് ലോസ് സിഗ്നിഫിക്കന്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഒബ്സർവേഷൻ. എന്നാൽ നേരെ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് മാച്ച് ചെയ്തിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് നോർമൽ പ്രോട്ടീനും നോർമൽ കാർബോഹൈഡ്രേറ്റുമാണ്. ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീനും നോർമൽ കാർബോഹൈഡ്രേറ്റുമാണ്. ഇവർ തമ്മിലുള്ള ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് വളരെയധികം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഗ്രൂപ്പ് 2ഉം ഗ്രൂപ്പ് 4ഉം തമ്മിൽ, ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് നോർമൽ പ്രോട്ടീൻ ഇൻടേക്കും ലോ കാർബോഹൈഡ്രേറ്റുമായിരുന്നു. എന്നാൽ ഗ്രൂപ്പ് 4 എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ ഇൻടേക്കും നോർമൽ കാർബോഹൈഡ്രേറ്റുമായിരുന്നു. ഇവർ തമ്മിലുള്ള ഫാറ്റ് ലോസും സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണ് എന്നാണ് ആ പഠനം തെളിയിക്കുന്നത്. സോ ഈ പഠനം വെച്ച് നമുക്ക് വളരെ ക്ലിയർ ആയി കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മാക്രോ ന്യൂട്രിയൻ വെച്ച് മാത്രം നമ്മൾ ഫാറ്റ് ലോസിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്റ്റിൽ പ്രോട്ടീനിന് കാർബോഹൈഡ്രേറ്റിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ഓവറോളായി നമ്മൾ ഇത്രയും പഠനങ്ങൾ നോക്കിയതിനു ശേഷം നമുക്ക് വളരെ ക്ലിയർ ആയി കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, ഫാറ്റ് ലോസിലോട്ട് അറ്റ്ലീസ്റ്റ് വന്നു കഴിഞ്ഞാൽ കീറ്റോ ഡയറ്റിന് യാതൊരു സുപ്പീരിയോറിറ്റിയും ഇല്ല എന്നുള്ളതിനെ കുറിച്ചാണ്. എന്നാൽ അതിന് മറ്റുള്ള ബെനിഫിറ്റ്സ് പലപ്പോഴും കീറ്റോ ഡയറ്റ് പ്രൊപ്പോസ് ചെയ്യുന്ന ആൾക്കാർ ക്ലെയിം ചെയ്യാറുണ്ട്. ഇതിൽ ആദ്യം എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ ബെനിഫിറ്റ്സും അതേപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെയും കുറിച്ചാണ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്താൽ തന്നെ 2018 പുറത്തു വന്ന ഈ പഠനം പറയുന്നത്, ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് ഒരു വെരി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കാരണം ഉണ്ടായേക്കാം എന്നുണ്ടെങ്കിലും ലോങ് ടേമിൽ അവർക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവാറില്ല എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിന്റെ കൂടെ തന്നെ ആ പഠനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഡയബറ്റീസിലോട്ട് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഓവറോൾ കലോറി ഇൻടേക്ക് ആണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നും മാക്രോ ന്യൂട്രിയന്റിന്റെ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇൻഡിവിജ്വലൈസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. സിമിലർലി കാർഡിയോവാസ്കുലർ ബെനിഫിറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ 2015 പുറത്തു വന്ന ഈ പഠനം പറയുന്നത്, ഓൾദോ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ HDL കൊളസ്ട്രോളിലും LDL കൊളസ്ട്രോൾ രണ്ടിലും ഒരു ഇൻക്രീസ് കാണപ്പെട്ടു എന്നുണ്ടെങ്കിലും ഡയറക്ട്ലി കാർഡിയോവാസ്കുലർ ഹെൽത്തിൽ കീറ്റോ ഡയറ്റിന് ഒരു ഇമ്പാക്ട് ഉണ്ടാവും എന്ന കാര്യം ഇൻകൺക്ലൂസീവ് ആണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ക്ലെയിമും നമുക്കൊരിക്കലും സാധൂകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി മസിൽ ബിൽഡിംഗിൽ കീറ്റോ ഡയറ്റിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ 2015 പുറത്തു വന്ന ഈ പഠനം പറയുന്നത്, കീറ്റോ ഡയറ്റിന് മസിൽ ബിൽഡിങ്ങിലോട്ടോ അല്ലെങ്കിൽ എൻഡ്യൂറൻസ് ട്രെയിനിങ്ങിലോട്ടോ വന്നു കഴിഞ്ഞാൽ ഒരു ലെസ് എർഗോളജിക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. അതായത് കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് എനർജിയിലും പവറിലും കുറച്ച് റിഡക്ഷൻ വരാറുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിലും അതേപോലെ തന്നെ എൻഡ്യൂറൻസ് ട്രെയിനിങ്ങിലും അവരുടെ പെർഫോമൻസ് കുറയാറുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്.
ഇതേപോലെ തന്നെ 2015 പുറത്ത് വന്ന ഈ പഠനം പറയുന്നത് കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഗ്ലൈക്കോജൻ യൂട്ടിലൈസേഷനെ നെഗറ്റീവായി ബാധിക്കാറുണ്ട് എന്നും ഇത് കാരണം തന്നെ ഷോർട്ട് ടൈം കൂടുതൽ ഇന്റൻസിറ്റി വേണ്ട എക്സസൈസിൽ നമ്മുടെ പെർഫോമൻസ് അത് കുറയ്ക്കാറുണ്ട് എന്നും കൂടിയാണ്. ഇതിനെല്ലാം പുറമെ 2021 പുറത്ത് വന്ന ഈ പഠനം പറയുന്നത് കീറ്റോ ഡയറ്റിന് ഷോർട്ട് ടൈമിൽ ഹൈപ്പോഗ്ലൈസീമിയ മാത്രമല്ല ബാഡ് ബ്രെത്ത് ഇതിന്റെ കൂടെ തന്നെ ഡീഹൈഡ്രേഷൻ പോലെയുള്ള പ്രോബ്ലംസ് കൊണ്ടുവരാറുണ്ട് എന്നും ലോങ് ടേം ആയത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലിവർ ഇഷ്യൂസ്, കിഡ്നി സ്റ്റോൺ, ബോൺ ഹെൽത്ത് അതേപോലെ തന്നെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി പോലുള്ള പ്രോബ്ലംസ് അത് ക്രിയേറ്റ് ചെയ്യാറുണ്ട് എന്നും കൂടിയാണ്. സോ ഓവറോൾ ആയി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് ചുരുക്കി സമ്മറൈസ് ചെയ്ത് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് ഫാറ്റ് ലോസിന് എഫക്റ്റീവ് ആണ് എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. എന്നാൽ അത് എഫക്റ്റീവ് ആവാനുള്ള 2 കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മുടെ പല ഫുഡ്സിനെയും എലിമിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് അത് നമ്മുടെ ആപ്പിറ്റൈറ്റിനെ സപ്രസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. ഇത് കാരണം തന്നെ നമ്മൾ ഓവറോൾ ആയി ഒരു കാലോറി ഡെഫിസിറ്റിൽ പോവുകയും അത് കാരണമാണ് ഫാറ്റ് ലോസ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് നിർബന്ധമായിട്ട് ഒരു കാലോറി ഡെഫിസിറ്റിൽ പോകാൻ വേണ്ടി ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മാത്രമല്ല ഓവറോൾ ഒരു കാലോറി ഡെഫിസിറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഫാറ്റ് ലോസ് സംഭവിക്കാൻ കീറ്റോ ഡയറ്റ് തന്നെ വേണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കൂടെ തന്നെ കീറ്റോ ഡയറ്റിന് പ്രത്യേക സവിശേഷതകളൊന്നും ഇല്ല എന്നും കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് മാത്രമല്ല അതിന് കാർഡിയോവാസ്കുലർ ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ ഡയബറ്റീസിലുള്ള ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ പലപ്പോഴും അൺപ്രൂവൺ ആണ് എന്നും കൂടിയാണ് നമ്മൾ പറഞ്ഞത്. മസിൽ ബിൽഡിങ്ങിന് അത് വളരെ പുവർ ആണ് എന്നും പറഞ്ഞു. മാത്രമല്ല ഇതിന് പല സൈഡ് എഫക്ട്സും ഉണ്ടാവാറുണ്ട് ലോങ് ടേമിലും ഷോർട്ട് ടേമിലും എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഥവാ ഫാറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുവാണ് അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫാറ്റ് ഡയറ്റ്സ് കീറ്റോ പോലുള്ള ഫാറ്റ് ഡയറ്റ്സിന് പുറകെ പോകാതെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ കഴിക്കാൻ നോക്കുക. ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു കലോറി ഡെഫിസിറ്റിൽ പോകാൻ നോക്കണം. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാൻ നോക്കണം. മാത്രമല്ല ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന 7 കാര്യങ്ങളും ഫോളോ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ വളരെ എഫക്റ്റീവായി ഫാറ്റ് ലോസ് ചെയ്യണം എന്നുള്ള കാര്യവും ഈ 7 കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്തുകൊണ്ട് മാത്രമല്ല ഇതിൽ കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏകദേശം 40ഓളം പഠനം എടുത്ത് ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാറ്റ് ലോസിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും മാറി കിട്ടുന്നതായിരിക്കും. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം നിങ്ങളുടെ ആവറേജ് മെല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.